സ്വന്തം അമ്മയുടെ മൃതദേഹം പോലും മകളെ കാണിക്കാതെ ജിഹാദികൾ. കോട്ടയം വൈക്കത്ത് നിർബന്ധിത മതപരിവർത്തനത്തിനിരയായ ഹാദിയ എന്നറിയപ്പെടുന്ന അഖിലയ്ക്കാണ് ഈ ദുരവസ്ഥ. അഖിലയുടെ അമ്മ പൊന്നമ്മ ഇന്നലെയാണ് മരിച്ചത്. ഇന്ന് സംസ്കാര ചടങ്ങിന് എത്തുമെന്ന് അഖില അറിയിച്ചിരുന്നു. എന്നാൽ മകളെ ചടങ്ങിനെത്താൻ ഭർതൃവീട്ടുകാർ അനുവദിച്ചില്ലെന്ന് പിതാവ് അശോകൻ പറയുന്നു. അഖിലയുടെ മാതാവ് പൊന്നമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയാണ് മരിച്ചത്. വൈക്കം ദേവിപുരം സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളാണ് അഖില. ഇന്നലെ പിതാവ് അശോകൻ അഖിലയെ ഫോണിൽ വിവരം അറിയിച്ചു. മാതാവിനെ അവസാനമായി കാണാൻ എത്തുമെന്നാണ് ഇന്നലെ അഖില പറഞ്ഞത്. എന്നാൽ ഇന്ന് വിളിച്ചപ്പോൾ അഖിലയുടെ ഭർത്താവാണ് ഫോൺ എടുത്തതെന്നും വരില്ലെന്നറിയിച്ചെന്നും പിതാവ് അശോകൻ പറയുന്നു. നിർബന്ധിത മതപരിവർത്തനത്തിനിരയായി ഹാദിയായി മാറിയ അഖിലയുമായി ബന്ധപ്പെട്ട ആളുകൾ മനഃപൂർവ്വം മകളെ വീട്ടിലേക്കെത്താൻ അനുവദിക്കാത്തതാണ് എന്നാണ് പിതാവിന്റെ ആരോപണം. മൃതദേഹം കാണാൻ വരണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും അശോകൻ പറയുന്നു. സംസാരിച്ചായിരുന്നു. അവൾ ഇന്നലത്തെ വിളിച്ചപ്പോൾ ഇന്ന് വരാന്ന് പറഞ്ഞു. ഇന്ന് വിളിച്ചപ്പോഴും വരാന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോ അത് കഴിഞ്ഞപ്പോ അവിടെ ഭർത്താവ് പറഞ്ഞ ഓക്കെ വരാൻ പാടാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വക്കീല് പറഞ്ഞ് പോകണ്ടെന്ന്. നിർബന്ധപൂർവ്വം വിടാത്തതാണെന്നാണ് കരുതുന്നത്. പിന്നെ പിന്നെ എന്താണിത്? അവള് നിരപരാധിയാ, ഇവരാണ് കളിക്കുന്ന മുഴുവനും. മനഃപൂർവ്വം വിടാത്ത. ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വിളിച്ച് വരുമെന്നുള്ളത്. അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങൾ വിളിച്ച് കൺഫേം ചെയ്ത് എങ്ങനെ വെച്ച് അച്ചായി അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അവിടെ സുരക്ഷ പ്രശ്നങ്ങളുണ്ടാവും, പോലീസുകാരൊക്കെ ആയിട്ടായിരിക്കും ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വരാൻ പ്രയാസമാണ്, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഈ സമയം തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങോട്ട് അല്ലേ? മൃതദേഹം കാണാൻ വെത്തണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലേ? അതെ. ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് അഖില എന്ന ഹോമിയോപ്പതി ഡോക്ടറെ PFI ഭീകരർ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയത്. രാജ്യത്ത് തന്നെ ഏറ്റവും ചർച്ചാ വിഷയമായ ഈ ലവ് ജിഹാദ് സംഭവം പിന്നീട് PFIയുടെ നിരോധനത്തിന് തന്നെയുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി. ജനം, കോട്ടയം.